ഹലോ, ഇനിയിപ്പോൾ പഴം കൊടുക്കുമ്പോൾ ഇതുപോലെ തട്ടിമാറ്റി മാറി നിൽക്കുന്നത് നമ്മുടെ കുട്ടികളെ കഴിപ്പിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആയിട്ടാണ് എത്തിയേക്കുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആൾക്ക് ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിത് ആദ്യം തന്നെ ഒരു 3 ശർക്കര ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കര നമ്മളിങ്ങനെ ഉരുക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണേ. ഞാനിപ്പോൾ നോക്കിയേ അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ് ഇത്. ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് തേങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ശർക്കരപ്പാനിയൊക്കെ വറ്റി കുറുകി ഇതുപോലെ നല്ല തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണിയാനായിട്ട് വെക്കാം. ഇനി ഞാനിത് നല്ലോണം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 4 പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാത്തിൻ്റെയും തൊലി ഇതുപോലെ അങ്ങ് കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ 3ആയിട്ടൊന്ന് വരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 3 സൈഡിലായിട്ട് ഇതുപോലെ അങ്ങ് ഹോളിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹോളിട്ട് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മുടെ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരയുടെ മിക്സ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്തോട്ട് നിറയായിട്ടൊന്ന് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. 3 ഭാഗത്തുമായിട്ടൊന്ന് നിറച്ച് കൊടുക്കാം. പിന്നെ നമ്മളിത് സ്പൂൺ വെച്ച് ചെയ്യുന്നതിനേക്കാളും കൈ വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ നല്ല എളുപ്പം. അപ്പോൾ എല്ലാത്തിലുമായിട്ട് ഞാൻ ഇതുപോലെ അങ്ങ് നിറച്ചെടുക്കാനായിട്ട് പോവാണേ. ഇങ്ങനെ എല്ലാ പഴത്തിലും നമ്മൾ ഇതുപോലെ ശർക്കര നിറച്ച് കൊടുത്തതിന് ശേഷം അല്പസമയം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനിത് വീണ്ടും പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര കുറച്ച് മാത്രം എടുക്കാം കേട്ടോ. എന്നിട്ട് ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം അങ്ങ് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിലാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങിൽ കുറച്ചങ്ങ് ബാക്കി ഉണ്ടായിരുന്നേ, അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരയും അതുപോലെ തന്നെ പഞ്ചസാര എല്ലാം കൂടെ മിക്സായി വന്ന് വരുമ്പോൾ ഞാൻ ഇതിലോട്ട് നോക്കി 1 സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. തികച്ചും ഓപ്ഷനിലാണ്. ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നമ്മുടെ പഴം ഇതിലോട്ടങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ പഴം വെച്ച് കൊടുത്തതിന് ശേഷം ഇനി മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് നമുക്കത് തുറന്നിട്ട് വീണ്ടും തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് അങ്ങ് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അടുത്ത ഭാഗം കൂടെ നമുക്കിതുപോലെ അങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ 2 സൈഡിലും വെന്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കഴിക്കാത്ത കുട്ടികൾ പോലും ഇതങ്ങ് കഴിച്ചുകൊള്ളൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ തന്നെ വലിയ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നമ്മുടെ കൃഷ്ണാവ്യു എന്നുള്ള ഈ ഒരു പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.